നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രാമ്യ ഓർബിറ്റ് ന്യൂസ് ഇമ്പാക്ട് വലപ്പാട് കുരിശുപള്ളി വളവിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തീപിടുത്തം. ഇ.ടി. ടൈസൺ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. ഗ്രാമ്യ ന്യൂസ് ഇമ്പാക്ട് വലപ്പാട് കുരിശുപള്ളി വളവിലെ വെള്ളക്കെട്ട് മൂലമുണ്ടായ കുഴികൾ താൽക്കാലികമായി അടച്ച ദേശീയപാത അധികൃതർ. മഴക്കാലമായതോടുകൂടി കുരിശുപള്ളി വളവിലെ റോഡിൽ വെള്ളക്കെട്ടും കുഴികളും കാരണം വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും യാത്ര ദുസ്സഹമായിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്രാമ്യ ഓർബിറ്റ് ചാനലുകളിൽ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാത അധികൃതർ താൽക്കാലികമായി കുഴികൾ അടച്ചു. ക്വാറി വേസ്റ്റും കല്ലുകളും ഇട്ടാണ് റോഡിലെ കുഴികൾ അടച്ചത്. എന്നാൽ ഇതുമൂലം പൂർണ്ണമായും കുഴികൾ തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല, റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായിട്ടില്ല. ഇനിയും മഴ തുടർന്നാൽ ഇപ്പോൾ ഇട്ട കല്ലുകളെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം തകർന്ന് വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടാനിടയുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാതെ റോഡ് സഞ്ചാരയോഗ്യമാകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്തെ കാനകൾ നിറഞ്ഞ നീരൊഴുക്ക് നിലച്ചതോടെയാണ് ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമാവാൻ കാരണം. സമീപത്തെ തോടുകളും മൂടിപ്പോയതും വെള്ളക്കെട്ടിന് കാരണമായി. താൽക്കാലികമായി കുഴികൾ അടക്കാതെ റോഡ് റീടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെയും യാത്രികരുടെയും ആവശ്യം. യാത്രക്കാർക്ക് ഇതൊരു ചെറിയ ആശ്വാസം മാത്രമാണ്. ഇനിയും മഴ തുടർന്നാൽ പഴയ സ്ഥിതി തന്നെ തുടരുകയും ചെയ്യും. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തീപിടുത്തം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തീപിടുത്തം. കൊറ്റംകുളം കിഴക്ക് കാരണത്ത് ഉണ്ണിയുടെ വീടിനോട് ചേർന്നുള്ള അടുക്കളപ്പുരയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കി. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നുമായി 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. പെരിങ്ങോട്ടുകര ശ്രീ ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ 124 തരം നെൽവിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ 124 തരം നെൽവിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കർഷകർക്ക് വിത്ത് നൽകി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU ഹൃഷികേശ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ലിൻഡ വിനോദ, OFAI പ്രസിഡന്റ് KP ഇല്യാസ, പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീനി KR, ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AV രാഹുൽ, ജൈവ കർഷകൻ K ലെനീഷ് എന്നിവർ സംസാരിച്ചു. എത്തിച്ചേർന്ന കർഷകർ സർവതോഭദ്രം ഓർഗാനിക്സിന്റെ സീഡ് ബാങ്കിലേക്ക് വിത്തുകൾ സംഭാവന ചെയ്തു. വിത്തിനങ്ങൾ നമുക്ക് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എടുത്തൊരു തീരുമാനവും അതിൻ്റെ പുറകിൽ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 130 വിത്തിനങ്ങൾ ഇറക്കി. അതിൽ 124 വിത്തിനങ്ങൾ സംരക്ഷിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്. കേരളത്തിൽ നേരത്തെ വയനാടൻ ജില്ലകളിലുണ്ടായിരുന്ന 64-63 വിത്തിനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 124ഓളം വിത്തിനങ്ങൾ നമുക്ക് നേടിയെടുക്കാനും അത് നമ്മുടെ പാടശേഖരങ്ങൾ തന്നെ കൃഷി ചെയ്തുകൊണ്ട് തികച്ചും ജൈവ കൃഷി ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ സെൻറ്റ് ഭൂമിയിൽ ഒരു വിത്തിനം എന്നുള്ള രീതിയിൽ തന്നെ കൃഷി നടത്തിയിട്ട് ആ കൃഷി പരിപൂർണമായിട്ട് വിജയിപ്പിച്ചെടുക്കാനും നമുക്കതൊന്ന് വിത്ത് ശേഖരിച്ചെടുക്കാനും കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു നേട്ടം കൂടിയായിട്ടാണ് കാണുന്നത്. കയ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ ഇ.ടി. ടൈസൺ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കളരിയുടെ നേതൃത്വത്തിൽ ഇ.ടി. ടൈസൺ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC, +2, VHSC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS, USS, NMMS വിജയികളെയും ചടങ്ങിൽ ആദരിക്കും.
മണ്ഡലത്തിലെ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും പ്രത്യേക പുരസ്കാരം സമ്മാനിക്കും. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മുഴുവൻ അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും. രാവിലെ 9:30 മതിലകം പള്ളിവളവിലെ സാൻജോ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിരമിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മജീഷ്യനും മോട്ടിവേറ്ററുമായ ഡോക്ടർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംവദിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റൂറൽ SP ബി കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി സുഭാഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. ET ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA മാനേജ്മെന്റ് പ്രതിനിധികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. 1010 കുട്ടികളാണ് അവാർഡിന് അർഹത നേടിയിട്ടുള്ളത്. ഇവർക്ക് മെഡൽ, മൊമന്റോ, വൃക്ഷത്തൈ തുടങ്ങിയവ സമ്മാനിക്കും. പെരിഞ്ഞനത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ET ടൈസൺ MLA, സംഘാടക സമിതി ചെയർമാൻ സീനത്ത് ബഷീർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, കോർഡിനേറ്റർ TS സജീവൻ, കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ്, CM ജുഗ്നു തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളാണ് ഇപ്രാവശ്യം ഇതിൻ്റെ ഫുൾ A+ നേടിയ, അതുപോലെ LSS നേടിയ, USS നേടിയ കുട്ടികളായിട്ട് വരുന്നു. എല്ലാ കൊല്ലവും കൂടുന്നുണ്ട്. ഈ കൊല്ലം എനിക്ക് ഏകദേശം 100-ലേറെ കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ രംഗത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സൂചകമാണ്. മാത്രമല്ല കയ്പമംഗലം മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും നമ്മൾ 100% ആയി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെല്ലാം നമ്മൾ സാൻജോയിൽ വിളിക്കുന്നു. ഇപ്രാവശ്യത്തെ പരിപാടി രാവിലെ തുടങ്ങും. 9:30 മണിക്ക് പരിപാടി ആരംഭിക്കും. തളികുളം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്കുമെതിരെ RMPI തളികുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. മേഖലാ സെക്രട്ടറി KS ബിനോജ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് NA സഫീർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക, വെള്ളക്കെട്ട് നീക്കാൻ നടപടിയെടുക്കുക, പൊതു ശ്മശാനം ആധുനികവൽക്കരിച്ച് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുക, കച്ചേരിപ്പടിയിലെ കമ്മ്യൂണിറ്റി ഹാളിലെ ഓഫീസുകൾ മാറ്റി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക, പൂട്ടിക്കിടക്കുന്ന ലൈബ്രറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക, എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാൻ സംവിധാനം ഒരുക്കുക, ശ്മശാന വളപ്പിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം VP രഞ്ജിത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ CK ഷിജി, വിനയപ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗം MV മോഹനൻ, ലോക്കൽ സെക്രട്ടറി PP പ്രിയരാജ്, EVS സ്മിത്ത് എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ മതിലകം വില്ലേജ് കമ്മിറ്റി കൺവെൻഷൻ നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മതിലകം വില്ലേജ് കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വില്ലേജ് പ്രസിഡന്റ് പ്രിയ ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി മാലതി സുബ്രഹ്മണ്യൻ, ഏരിയ സെക്രട്ടറി TV ചന്ദ്രൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PH അമീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KY അസീസ്, PM ആൽഫ, പഞ്ചായത്ത് അംഗങ്ങളായ EK ബിജു, സുമതി സുന്ദരൻ, സംസാബി സലീം, രജനി ബേബി, വില്ലേജ് കമ്മിറ്റി ട്രഷറർ മിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മളത് നോക്കൂ, പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന പണികളൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് നേരത്തെ സഖാവ് പറഞ്ഞത്, പ്രിയ സഖാവ് പറഞ്ഞത്, ആസ്തി പ്രവർത്തി ചെയ്തതിൽ ഏറ്റവും നല്ല പഞ്ചായത്ത് മതിലകം. പക്ഷെ ഏറ്റവും കൂടുതൽ 100 പടി തികഞ്ഞവരെ കണക്കെടുക്കുമ്പോൾ മതിലകം പഞ്ചായത്ത് താഴോട്ട് പോകും. ഇതിൽ 100 പടി തികഞ്ഞവരെ എത്ര ആളുണ്ട്? ഇപ്പോൾ കൈവയ്ക്കാൻ ആൾക്കാർ 100 പടി തികഞ്ഞവരാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചൂടെ, നമ്മളെ നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഒരു അനുമോദനത്തിൽ വരുന്ന തങ്കപ്പതക്കം, അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടെന്ന് വെച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Malappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും കാനകളുടെ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി പഞ്ചായത്ത് നടപ്പിലാക്കിയില്ലെന്നാരോപിച്ചും മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. മതിലകം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS ശശി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം OA ജെൻറിൻ, PA റാഫി, ജമാൽ പാമ്പിനെഴുത്ത് എന്നിവർ സംസാരിച്ചു. ഹൈവേയുടെ 800 മീറ്റർ ഭാഗത്തുള്ള കാനകൾ മാത്രമേ പഞ്ചായത്ത് ശുദ്ധീകരിക്കുകയുള്ളൂ. ബാക്കിയൊന്നും പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമല്ല. ഒരു പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു പഞ്ചായത്ത് അധികാരിയാണ് ഇന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളോടും അതേപോലെ തന്നെ പഞ്ചായത്ത് നിവാസികളോടും പറഞ്ഞത്. ഈ ചെമ്പൈ പാടം വെള്ളക്കെട്ട് കാലങ്ങളായിട്ട് ഉള്ള ഒരു സംഭവമാണ്. ഇത് പഞ്ചായത്ത് രൂപപ്പെട്ടതിന് ശേഷം ഈ പഞ്ചായത്ത് ഭരിച്ചിരിക്കുന്നത് മൊത്തം LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളാണ്. കേരള NGO യൂണിയൻ നാട്ടിക ഏരിയ ജനറൽ ബോഡി യോഗം തൃപ്രയാർ SNDP ഹാളിൽ ചേർന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗിരീഷ് KC, ഏരിയ പ്രസിഡന്റ് MV അരുൺ, ഏരിയ സെക്രട്ടറി PN റിനേഷ്, MP ജയശ്രീ, പ്രജീഷ് ജനൻ, KF ബിബിൻ, ശരത് കുമാർ, മണിമേഖല എന്നിവർ സംസാരിച്ചു. നമ്മൾക്കറിയാമല്ലോ, ഏറ്റവും വലിയ റിസോഴ്സായ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവം കൊണ്ട് സമ്പന്നമായ ബുദ്ധിയുള്ള തലച്ചോറുള്ള മലയാളികളുടെ മണ്ണാണത്. ആ മലയാളി പല രാജ്യത്തിന്റെയും വികസനത്തിന്റെ കുതിപ്പിന് ഈ മലയാളി സമൂഹം ഒന്നടങ്കം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ മാതൃകയാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭരണാധികാരി വർഗങ്ങളും ലോകമെമ്പാടുമുള്ള മലയാളികളടക്കം
അടക്കമുള്ളവർ ഈ സംസ്ഥാനത്തിനെ സഹായിക്കാൻ മുന്നോട്ട് വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരുന്നത്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിലായി ലഹരി വിരുദ്ധ റീൽസ്, ഫ്ലാഷ് മോബ് എന്നിവ നടത്തി. തൃശൂർ ശോഭാമാളിലെ അധികൃതർ കുട്ടികളെ വിളിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അവസരം നൽകുകയുണ്ടായി. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ NSS വോളണ്ടിയേഴ്സാണ് ബോധവൽക്കരണം നടത്തിയത്. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു, തീമഴത്തുള്ളിയായി കരളുരുക്കി, പുകക്കറ പശ ചേർത്തടച്ചു കെട്ടി, ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗം KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CS പ്രദീപ് മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ദശരഥൻ മാസ്റ്റർ നിരാശ്രയ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KSSPU അന്തിക്കാട് ബ്ലോക്ക് സെക്രട്ടറി TS വിശാലാക്ഷി ടീച്ചർ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും നവാഗതർക്ക് സ്വീകരണവും നൽകി. യൂണിറ്റ് സെക്രട്ടറി ആനി മുരളീധരൻ, ട്രഷറർ VB രാജീവ്, ബാലകൃഷ്ണൻ കൊച്ചത്ത്, T ഗോപാലകൃഷ്ണൻ, സുമംഗല ദിവാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK പീതാംബരൻ, ശ്യാമള ദേവി എന്നിവർ സംസാരിച്ചു. മറ്റ് കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കിയ മറ്റ് കുറേയേറെ ഡിമാൻഡുകളുണ്ട്. പ്രായമേറിയവർക്കുള്ള അധിക പെൻഷൻ, അതുപോലെ 20 വർഷത്തിന് ഫുൾ പെൻഷൻ, പിന്നെ എക്സ്ഗ്രേഷ്യ പെൻഷൻകാർക്ക് മറ്റുള്ളവരെ പോലെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക, 1 മാസത്തെ പെൻഷൻ ഉത്സവത്തിയായി നൽകുക തുടങ്ങിയ ഡിമാൻഡുകളൊക്കെ ഇതോടുകൂടി ചേർത്ത് ആഗസ്റ്റ് 12-ന് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നമ്മുടെ മാർച്ചും ധർണയും നടത്തുകയാണ്. അപ്പോൾ അത് ശുഷ്കമായി പോകരുത് എന്നൊരു താല്പര്യം സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്. നമ്മളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അംഗസംഖ്യയുടെ ഒരു പകുതി ആളുകളെയെങ്കിലും അതിൽ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിയണം. NCP സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന AC ഷൺമുഖദാസിന്റെ 12ാം ചരമവാർഷിക അനുസ്മരണ ദിനം നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. താന്യം കിഴിപ്പള്ളിക്കരയിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് CL ജോയ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീബ രാമചന്ദ്രൻ, ബ്ലോക്ക് ട്രഷറർ VG മോഹനൻ, ഉസ്മാൻ, EA അശോകൻ, ജോണി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജൻ ബാബു കരാട്ടുപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് ബിജു എന്നിവർ സംസാരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഉറപ്പാക്കണമെന്ന് നാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയൻ AITUC ജില്ലാ സെക്രട്ടറി അഷറഫ് വലിയകത്ത് ആവശ്യപ്പെട്ടു. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലാണ് ഭൂരിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികളും താമസിക്കുന്നത്. തൃശൂർ ജില്ലയിലെ കൊടകരയിലുണ്ടായ അപകടത്തിൽപ്പെട്ട തൊഴിലാളികൾ താമസിച്ചിരുന്നത് ജീർണിച്ച കെട്ടിടത്തിലാണ്. മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും അർഹമായ സാമ്പത്തിക സഹായം ഉടൻ നൽകണമെന്നും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. വാടക ഈടാക്കിക്കൊണ്ടാണ് ഒരേ ആളുകളിൽ നിന്നും വാടകകൾ ഈടാക്കുകയാണ്. 1000, 1200, 1500 രൂപയാണ് ഒരേ വ്യക്തികളിൽ നിന്നും വാങ്ങുന്നത്. റൂമിൽ ഒരാൾക്ക് കഴിയാവുന്ന റൂമിൽ 5 പേരും 6 പേരും 7 പേരും ചിലയിടത്ത് 10 പേരുമായിട്ടാണ് റൂമിൽ കഴിയുന്നത്. ഇതിന് കർശനമായ ഇടപെടൽ, അടിയന്തരമായി ഇടപെടണമെന്നാണ് നാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയൻ AITUCക്ക് പറയാനുള്ളത്. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിൽ കൃഷിയാണ് ഞങ്ങൾക്ക് ലഹരി എന്ന സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ട് ഭാവന റാഫി കോർണറിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി തൈകൾ നട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടക്കം കുറിച്ചു. വാടനപ്പള്ളിയിലെ കർഷകരിൽ നിന്ന് ശേഖരിച്ച തൈകൾ വാടനപ്പള്ളി എക്സൈസ് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവന റാഫി കോർണർ പ്രസിഡന്റ് റംസാൻ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷബീർ അലി, നൂറുദ്ദീൻ അമ്പലത്ത്, AA മുഹമ്മദ്, ഹംസ പണിക്ക വീട്ടിൽ, ഷംസുദ്ദീൻ, മുജീബ്, ഷൺമുഖൻ, യൂസഫ്, ഷഫീന, നഷ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി.
ജൂലൈ 12-13 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന ഗൾഫ് തൊഴിൽ മേളയുടെ ഭാഗമായി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പോസ്റ്റർ പ്രചാരണവും പരിശീലനവും നടത്തി. കില തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ എം.വി. മധു ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.ബി. സുരേഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി.കെ. സുദർശനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുശീല സോമൻ, ആതിര സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2024 ഡിസംബർ 31 മുൻപേ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും ജൂൺ 25 മുതൽ 2025 ഓഗസ്റ്റ് 24 വരെയുള്ള സമയപരിധിക്കുള്ളിൽ അക്ഷയ സെന്ററിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണെന്ന് വലപ്പാട് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചു. വലപ്പാട് അക്ഷയ കേന്ദ്രത്തിൽ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ വൈകുന്നേരം 5 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30 മുതൽ 1:30 വരെയും മസ്റ്ററിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. മസ്റ്ററിങ്ങിന് വരുന്നവർ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. മസ്റ്ററിങ്ങിന് 30 രൂപ സർവീസ് ചാർജ് അടയ്ക്കേണ്ടതാണ്. മുകളിൽ കയറാൻ കഴിയാത്തവർക്ക് ജൂലൈ 1 മുതൽ ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ വലപ്പാട് അക്ഷയ കേന്ദ്രത്തിന് താഴെ സൗകര്യമുണ്ടായിരിക്കും. കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് നടത്തുവാൻ പഞ്ചായത്തിൽ നിന്നും സെക്രട്ടറിയുടെ അനുമതിയോടുകൂടിയ ലിസ്റ്റ് ആവശ്യമാണ്. ലിസ്റ്റിൽ പേര് ഉള്ള കിടപ്പ് രോഗികളുടെ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതാണ്. ഇതിന് 50 രൂപ സർവീസ് ചാർജ് അടയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വലപ്പാട് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 048723939186. തൃപ്രയാർ ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപം വടശ്ശേരി കൃഷ്ണകുമാർ നിര്യാതനായി. 59 വയസ്സായിരുന്നു. മുൻ MLA പരേതനായ VK ഗോപിനാഥന്റെയും റിട്ടയർ അധ്യാപിക പരേതയായ P കമലാക്ഷിയുടെയും മകനാണ്. ഭാര്യ ശ്രീദേവി. സഹോദരങ്ങൾ ഉഷ ഗോപകുമാർ, മാതൃഭൂമി തൃപ്രയാർ ലേഖകൻ VG ഹരികുമാർ, ഉമാ മുരളി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമ്യ ന്യൂസ് ഇമ്പാക്ട് വലപ്പാട് കുരിശുപള്ളി വളവിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തീപിടുത്തം. ഇടിഡേസൻ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.